എനിക്ക് പറ്റിയ അബദ്ധേ, നിങ്ങക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടി ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞു തരാവേ. ഈ 4, 3, 7 7 ആ 7 കൊഞ്ചും എടുത്തോണ്ട് ഈ പരിപാടിക്ക് നിക്കരുത് കേട്ടോ. പിന്നെ ലാസ്റ്റ് അയ്യോ! ഇത് ഇത്തിരിയേ ഉള്ളായിരുന്നല്ലോ തീർന്നു പോയല്ലോ എന്ന് തോന്നും. കൊഞ്ചെടുത്തിട്ട് അതിലേക്ക് മസാലയൊക്കെ പുരട്ടി ഉപ്പും തേച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്, ഇനി ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം ഒരു ഇടികല്ലിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കൊഞ്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എണ്ണ അധികം ഉണ്ടെങ്കിൽ കുറച്ചെടുത്തങ്ങ് ഇനി അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കേ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ആ ചെമ്മീനുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പൊളി ഒരു ഐറ്റം റെഡി ആയിടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി. വേറൊരു കറികളും വേണ്ട. ഇത് മാത്രം കൂട്ടി അങ്ങോട്ട് നന്നായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ആക്കിക്കോ.